ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും മീൻസ് നേരിട്ട് കണ്ടിട്ടില്ലാത്ത സാധനമാണ് ഒക്ടോപ്പസ്. ഇതിവിടെ മീൻ വിൽക്കുന്ന ചേച്ചിമാരുടെ അടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ കണവ എന്ന് പറഞ്ഞിട്ടാണ് അവർ വിറ്റത്. മീൻസ് കണവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കൂന്തൽ എന്നൊക്കെ പറയും, എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ കണവ എന്ന് പറയും. അപ്പോൾ സ്ക്വിഡ് അതാണെന്ന് പറഞ്ഞിട്ട് വിറ്റത്. എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് ഒക്ടോപ്പസ് ആണെന്ന്. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ച് നേരെ അവിടെ പോയി വാങ്ങിച്ചു. അപ്പം 3 എണ്ണം 100 രൂപ എന്ന് പറഞ്ഞു. ഒരു 1/2 കിലോ ഉണ്ടാവും 3 എണ്ണം കൂടി. കണ്ടില്ലേ, ഇത് ഭയങ്കര വിചിത്രമായിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു യാത്ര പോയി തിരിച്ച് വരുമ്പോഴായിരുന്നു ഇത് കണ്ടത്. പിന്നെ വണ്ടി തിരിച്ച് നേരെ അവിടെ പോയി വാങ്ങിച്ചത് ആ വീട്ടിൽ കൊണ്ടുവന്ന് രാത്രി എന്നെ കഴുകുകയാണ് ഞാനത്. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കുന്നതൊക്കെ. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഇത് മുറിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ എന്നെ ആരും വഴക്കൊന്നും പറയല്ല. കണ്ടോ, ഇതിൻ്റെ സക്ഷൻസൊക്കെ ഇപ്പോഴും നന്നായിട്ട് ഒട്ടുന്നുണ്ട് എൻ്റെ കൈ. അങ്ങനെ ഞാൻ മുറിച്ചു, ഉപ്പിട്ട് നല്ലോണം കഴുകി. എനിക്ക് എത്ര കഴുകിയിട്ട് ഇതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. വീണ്ടും ഒരു കറുപ്പ് കളർ ആ വെള്ളത്തിനാകുമ്പോൾ വീണ്ടും 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 കഴുകി ഒരു 10-15 വെള്ളത്തിലെങ്കിലും ഞാനത് കഴുകിയിട്ടുണ്ടാവും. അങ്ങനെ ലാസ്റ്റ് പിന്നെ ചേട്ടൻ പറഞ്ഞ് നിർത്തിക്കോ, ഇനി ടാങ്കിലെ വെള്ളം തീരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ച് നിർത്തി. കാണുമ്പോൾ ഒരു ബ്ലാ നമ്മൾ കഴിക്കുന്നില്ല, അപ്പോൾ അതിൻ്റെ വൃത്തിക്ക് കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ വയറിന് പ്രശ്നം ഉണ്ടാക്കില്ല പറഞ്ഞിട്ട് കുറേ കഴുകിയത്. ഇത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മീനാണെന്നാണ് കേൾക്കുന്നത്. ഞാനത് തിന്നിട്ട് എനിക്ക് ബുദ്ധി കൂടി പോയാലോ? അങ്ങനെയൊന്നുമില്ല. തല നിറച്ച് ബുദ്ധി ആയതുകൊണ്ട് പിന്നെ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. അങ്ങനെ ഇതാ ചുമരൊക്കെ കുറച്ച് കഴുകി. എന്നാലും ഇനിയും ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പം ഞാൻ ഫ്രഷോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം അതിനകത്ത് നിറയ്ക്കും, എന്നിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കും. അപ്പം അതിൻ്റെ ഫ്രഷ്നെസ് അതുപോലെ തന്നെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റ ബൈ ബൈ.